Hi, good morning. Next is a theorem. This theorem is very important. Let xn be a sequence of real numbers and x belongs to R. If n is a sequence of positive real numbers with limit n equal to 0, and if for some c greater than 0 and m belongs to n, we have mod xn minus x less than can for all n greater than or equal to, then limit xn equal to. എന്താണ് ഈ തിയറം പറയുന്നത് നോക്കാം. xn x എന്നുള്ള സീക്വൻസിലേക്ക് കൺവേർജന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് ഈ തിയറത്തിലൂടെ പറയുന്നത്. നമ്മൾ മോഡ് xn മൈനസ് എക്സ് ലെസ് ദാൻ a constant into a sequence converging to 0. A sequence converging to 0. ഇത് ഫസ്റ്റ് ടേം മുതൽ നടക്കണമെന്നില്ല, ഒരു mth ടേം മുതൽ ഈ റിസൾട്ട് ശരിയായാൽ we can say that limit xn equal to x. ഇതിന്റെ പ്രൂഫ് വളരെ ട്രിക്കി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. പ്രൂഫ് എന്ന് പറയാനൊന്നുമില്ല, പക്ഷെ ഈ റിസൾട്ടിന്റെ ഇമ്പോർട്ടൻസ് ഒരുപാടുണ്ട് എന്ന് നെക്സ്റ്റ് പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രൂഫ് എത്രയേ ഉള്ളൂ. Let epsilon greater than 0. Since n converges to 0, for epsilon positive, there exists k belongs to n such that for all n greater than or equal to k, mod n minus 0 less than epsilon. That is, mod n minus 0 എന്താണ്? mod n. an എന്താണ്? പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ്. So this modulus is not needed. This can be written as an less than epsilon for all n greater than or equal to. This is true for all n greater than or equal to. അപ്പോൾ ഇത്രയായി. Now mod xn minus x less than can for all n greater than or equal to m. mth ടേം കഴിഞ്ഞാൽ ഇത് ശരിയാവും. ഇനി നമുക്ക് ഈ രണ്ട് റിസൾട്ടും കമ്പൈൻ ചെയ്യണം. ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യണമെങ്കിൽ n greater than or equal to m ആവണം. ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യണമെങ്കിൽ n greater than or equal to k ആവണം. അപ്പോൾ for n greater than or equal to k and n greater than or equal to m,
ഇതിൽ ഏറ്റവും കെ ആണോ എം ആണോ വലുത് അതിനേക്കാളും വലുതാവുമ്പോ ഇത് രണ്ടും ശരിയാവുമ്പോ what happens to mod xn minus x less than c times an. An is less than epsilon plus c times epsilon. പക്ഷെ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാല് ഇത് ലെസ് ദാൻ നമുക്ക് ഇവിടെ വെറും എപ്സിലോൺ ആണ് ആവശ്യം. അപ്പൊ എന്ത് ചെയ്യും നമ്മള്? അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്ന ഐഡിയ ആണ്, ഈ എപ്സിലോണിന്റെ സ്ഥാനത്ത് എപ്സിലോൺ ബൈ സി ആയാൽ ഈ സി ക്യാൻസൽ ആവൂലേ? അപ്പൊ നമ്മൾ മുകളിലേക്ക് തന്നെ പോവാ. an കൺവേർജസ് ടു 0 ആണെങ്കിൽ ഏത് എപ്സിലോണിനും ഒരു കെ ഉണ്ട് എന്നാണ്. അപ്പൊ ആ എപ്സിലോൺ നമുക്ക് ഇഷ്ടമല്ലേ ചൂസ് ചെയ്യാവുന്നതുകൊണ്ട് സി ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ എപ്സിലോണിനെ നമുക്ക് ഇവിടെ വേണ്ട എപ്സിലോൺ ബൈ സി ആയിട്ട് എടുക്കുക. അത് നമ്മൾ അപ്പൊ പോയിട്ട് ചെയ്താൽ മതി. ഇവിടെ ഈ സീന്റെ പ്രശ്നം കാണുമ്പോൾ നമ്മൾ മുകളിലേക്ക് പോകും. നമ്മൾ അടുത്ത ചാപ്റ്ററിലൊക്കെ ഈ കേസ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്തായി? ബൈ സി ആയി. അപ്പൊ ഇവിടെ എന്തായി? ദിസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ദിസ് ലെസ് ദാൻ, ദിസ് ഈക്വൽ ടു അല്ലെ, എപ്സിലോൺ. ദാറ്റ് ഈസ് for all n greater than or equal to k and n greater than or equal to m, that is choose k epsilon as maximum of the k and m. എങ്ങനെ k കിട്ടിയത്? k എന്ന് പറഞ്ഞാൽ an പൂജ്യത്തിലേക്ക് കൺവേർജ് ചെയ്യാൻ an മോഡ് an മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ ബൈ സി ആവണ എത്രാമത്തെ ടേം മുതലാണ്? അതാണ് k. ഇവിടെ ഈ ഇനീക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്ന എത്രാമത്തെ ടേം മുതലാണ്? എം. അതിന്റെ രണ്ടിന്റെയും മാക്സിമം എടുക്കുക. then mod xn minus x less than epsilon or n greater than or equal to k epsilon. Therefore xn converges to. This is the proof. Now ഈ പ്രൂഫ് ഉപയോഗിച്ച് നമ്മള് കുറച്ച് വളരെ ട്രിക്കി ആയിട്ട് കുറച്ച് പ്രോബ്ലങ്ങൾ ചെയ്യാണ്. ഒന്നാമത്തെ പ്രോബ്ലം, if a greater than 0 then limit 1 by 1 plus na equal to 0. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മോഡ് xn മൈനസ് എക്സ് സിംപ്ലിഫൈ ചെയ്യുക. എന്താണ് ഇവിടെ മോഡ് xn? 1 by 1 plus na minus 0. നമ്മൾ ഈ പ്രോസസ്സ് അവസാനിപ്പിക്കുക എവിടെ അറിയോ? ഈ ഫോമിലേക്ക് കൊണ്ടുവരാണ് നമ്മളുടെ ലക്ഷ്യം. ഈ ഫോമിലേക്ക് കൊണ്ടുവരാണ് നമ്മളുടെ ലക്ഷ്യം. മോഡ് xn മൈനസ് എക്സ് ലെസ് ദാൻ സി ഇൻറെ സീക്വൻസ് കൺവേർജിങ് ടു 0. അപ്പൊ നോക്കുക, ഇവിടെ എല്ലാ ടേമും പോസിറ്റീവ് ആണല്ലോ. എ പോസിറ്റീവ് ആണ്, എൻ പോസിറ്റീവ് ആണ്, 1 ഒക്കെ പോസിറ്റീവ് അല്ലേ? 0 കുറക്കണം, മോഡുലസ് ആവശ്യമല്ലേ. 1 by 1 plus na, right? This is ഇനി ഈ 1 ഒഴിവാക്കുമ്പോ ഇത് വലുതാവും, ഈ ടേം വലുതാവും, ലെസ് ദാൻ 1 by na. എങ്ങനെ എഴുതും? It's equal to 1 by a into 1 by n. This of the form. അപ്പൊ നമുക്ക് കിട്ടിയത് മോഡ് 1 by 1 plus na minus 0 less than or equal to 1 by a into 1 by n. Right? നമുക്ക് ആൻസർ ആയി. കാരണം a is a positive quantity, so this is greater than 0 and sequence 1 by n converges to 0. Therefore by theorem 1 by 1 plus na converges to 0. xn converges to this x. അടുത്ത പ്രോബ്ലം നോക്കണേ. അടുത്ത പ്രോബ്ലം കുറച്ചുകൂടി ട്രിക്കിയാണ്. നമ്മൾ നേരത്തെ ഒന്ന് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനേക്കാളും ഈ മെത്തേഡ് ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇഫ് 0 less than b less than 1 limit b raised to n equal to 0.
അപ്പോൾ 0 ലെസ് ദാൻ ബി ലെസ് ദാൻ 1 ആണെങ്കിൽ ബി ലൈസ് ബിറ്റ്വീൻ ലെറ്റ് ബി ഈക്വൽ ടു 1/1 പ്ലസ് ഇങ്ങനെ എഴുതിയാൽ then 1 plus a equal to 1/b, a equal to 1/b minus 1. ഒക്കെ b ഒന്നിനേക്കാളും കുറവാണ്, അപ്പൊ 1/b 1-നേക്കാളും കൂടുതലായിരിക്കും അല്ലെ. ഡിനോമിനേറ്റർ കൂടിയ ക്വാണ്ടിറ്റി കൂടും. ന്യൂമറേറ്റർ 1, ഡിനോമിനേറ്റർ 1-നേക്കാളും കുറവ് അല്ലെ. ഡിനോമിനേറ്റർ 1-നേക്കാളും കുറവ്, അപ്പൊ ഈ ക്വാണ്ടിറ്റി 1-നേക്കാളും കൂടുതലായിരിക്കും. 1-നേക്കാളും കൂടുതൽ നമ്പർ ഒന്ന് കുറച്ചാൽ എന്തായിരിക്കും? This is strictly positive. So we get b equal to 1/1 plus a, and a is positive. Okay. Now what is b raised to n? Equal to 1/1 plus a whole raised to n. Now by Bernoulli's inequality, എന്താണ് Bernoulli's inequality ഓർമ്മ ഉണ്ടോ? If x greater than -1, 1 plus x whole raised to n greater than or equal to 1 plus nx. That's Bernoulli's inequality. So 1 plus a whole raised to n എന്തായിരിക്കും? Greater than or equal to 1 plus n. ഇവിടെ a greater than -1 ആണെന്നുണ്ട്, a greater than 0 ആണ്, അപ്പൊ -1-നേക്കാളും കൂടുതലാണെന്ന് ഉറപ്പാണ്. അപ്പൊ 1 plus a whole raised to n എന്ത് കിട്ടും? Greater than or equal to 1 plus n എന്ന് കിട്ടും. Now ഇനി നമുക്ക് ചെയ്യേണ്ട പ്രൂഫ് നോക്കാം. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടേ? ലിമിറ്റ് b raised to n equal to 0. അപ്പൊ we have to estimate the modulus mod b raised to n minus 0. What is this? This is equal to b raised to n. What is this? This is equal to 1/1 plus a whole raised to n. 1 plus a whole raised to n greater than or equal to 1 plus n. അപ്പോൾ 1/1 plus a whole raised to n less than or equal to 1/1 plus n. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കാം. റൈറ്റ്, ഇത് നമ്മൾ ഒരു വട്ടം ചെയ്താണ്. ലെസ് ദാൻ ഓർ ഈക്വൽ, this strictly less than 1/n. This less than or equal to 1, അല്ലെങ്കിൽ this equal to 1/a into 1/n. Since 1/n converges to 0 and 1/a is positive, by theorem എന്ന് പറഞ്ഞാൽ മതി. By theorem this converges to this. Limit b raised to n equal to. This is the second problem. ഇനി ഇതിനേക്കാളും കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഒരു പ്രോബ്ലം ആണ് തേർഡ് പ്രോബ്ലം. If c is positive, limit c raised to 1/n equal to 1. നമ്മള് 3 കേസായിട്ട് ചെയ്യാം. c greater than 0 ആണെന്നല്ലേ പറയണേ. അപ്പൊ നമ്മളെ ഫസ്റ്റ് കേസ് നമ്മള് c-നെ 3 ആയിട്ട് തിരിക്കുക. c equal to 1, c greater than 1, c lies between 0 and 1. അപ്പൊ c പോസിറ്റീവ് ആയ എല്ലാ കേസും വന്നോ? നമുക്ക് റിയൽ ലൈനില് 0 to, ഇതാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ 0ന്റെ റൈറ്റ് സൈഡിലേക്കുള്ള പാർട്ടാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞാല്. ഇതാണ് c, പോസിറ്റീവ് ആണ്. എന്താ പറയാ, 0 ഒഴികെ. ഇപ്പൊ c 1 എന്നെടുത്തു, ഇത് ആദ്യം എടുത്തു, പിന്നെ 1-നേക്കാളും വലുതെടുത്തു, പിന്നെ 0-നും 1-നും ഇടയിലുള്ള ആളുകൾ എടുത്തു. അപ്പൊ c മുഴുവനായി അല്ലെ. അപ്പോ ആദ്യം നമ്മൾ c equal to 1, കേസ് 1, c equal to 1. c raised to 1/n എന്താവും? 1 raised to 1/n. ഏതായിരിക്കും സീക്വൻസ്? 1 raised to 1/1, 1 raised to 1/2, 1 raised to 1/3, etc. Which is the constant sequence.
So c raised to 1 by n converts to 1 for c equal to 1. Obvious. Constant sequence അതിൽ എൻട്രിക്ക് തന്നെയാണ് കൺവേർട്ട് ചെയ്യാന്നുള്ളതിന് പ്രൂഫ് ഒന്നും ആവശ്യമില്ല. ഇനി നമ്മൾ c ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള കേസ് എടുക്കുകയാണ്. ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം. c ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള കേസ് എടുക്കുകയാണ്. c ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ c raised to 1 by n ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. c ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ c raised to 1നെക്കാളും 1ന്റെ nth റൂട്ട് എന്താണ് 1 ആണ്. 1നെക്കാളും വലിയ നമ്പേഴ്സിന്റെ nth റൂട്ട് എന്തായിരിക്കും 1. എന്താ പറയാ 1നെക്കാളും വലുതായിരിക്കും അല്ലെ. രണ്ടോത്തും 1 raised to 1 by n അല്ലെ. c raised to n ഗ്രേറ്റർ ദാൻ 1 raised to 1 by n എന്ന് പറയാം. c raised to 1 by n greater than 1. Now c raised to 1 by n greater than 1 ആണ്. ഇത് c raised to 1, c raised to 1 by 2, c raised to 1 by 3 ഓരോ നമ്പർ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ this can be written as, this step is very important, c raised to 1 by n equal to 1 plus dn, where dn is greater than 0. So we get a sequence dn, that is എന്നോട് കണക്ട് ആയ സീക്വൻസ് ആയി മാറി. എങ്ങനെയാണ് വന്നത് അറിയോ? c raised to 1 by 1, ഈ c raised to 1 by n എന്നുള്ള സീക്വൻസിൽ 1, c raised to 1, c raised to 1 by 2, c raised to 1 by 3 അങ്ങനെ ഓരോ ടേം ഉണ്ടല്ലോ. ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ നമുക്ക് 1 പ്ലസ് സംതിങ് എന്ന് പറയാം. 1നെക്കാളും വലുതിനെ 1 പ്ലസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി എന്ന് എഴുതാം. എന്നുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് അവിടെ dn എന്ന് കൊടുക്കാം. അപ്പൊ c raised to 1 by n equal to 1 plus dn. ആൻഡ് 1നെക്കാളും വലുതായതുകൊണ്ട് 1നോട് ആഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ദിസ് സ്റ്റെപ്പ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നൗ നമുക്ക് ബാക്കി ചെയ്യാം അല്ലെ. ഇതിൽ നിന്ന് dn നെ കുറിച്ച് നമുക്ക് എന്ത് പറയാം എന്നുള്ളതാണ്. ഇതിൽ നിന്ന് dn ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. dn now what is c? From here what is c? അടുത്ത വഴി നമ്മൾ എങ്ങനെ പറഞ്ഞിട്ട് what is c? Sorry, c raised to 1 by n ൽ നിന്ന് എല്ലായിടത്തും n പവർ ചെയ്യാം. Take the power of n. now 1 plus dn whole power n is greater than or 1 plus n dn എങ്ങനെ? by നേരത്തെ പറഞ്ഞ Bernoulli's inequality. Bernoulli's inequality. അപ്പോ ഇനി ഇതിൽ നിന്ന് dn ഒരു ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് c മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ n dn കിട്ടും. n dn less than or equal to c minus 1. c minus 1 is a positive quantity and 6 greater than 1. dn less than or equal to c minus 1 n. This n is a natural number. ഇത് d എന്ന് പറഞ്ഞാൽ d ന്റെ സഫിക്സ് ആണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടി? dn less than or equal to c minus 1 by n എന്ന് കിട്ടി. So this equation is very much important. നമ്മൾ ആദ്യം ഒന്നുകൂടി ഓർക്കുക, c raised to 1 by n 1 plus dn എന്ന് പറഞ്ഞാൽ dn എന്നുള്ള സീക്വൻസ് ഉണ്ടാക്കിയിട്ട് dn നെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഇതിനെ nth പവർ ചെയ്യാണ്. ടേക്കിംഗ് nth പവർ. അപ്പോഴാണ് നമ്മൾ ഈ സ്റ്റെപ്പിൽ എത്തുന്നത്. ഓക്കെ, പിന്നെ അവിടെ എന്തുകൂടി ഉപയോഗിക്കേണ്ട? പവർ ഒഴിവാക്കാന് ബെർണോളിസ് ഇനീക്വാലിറ്റി കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നോക്കാം. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് എന്താണ് ഈ സെക്ഷനിൽ പ്രൂവ് ചെയ്യേണ്ടത്? c raised to 1 by n equal to ലിമിറ്റ് c raised to 1 by n equal to 1. അപ്പൊ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് what is mod c raised to n minus 1, right? What is mod c raised to n minus 1? Sorry, c raised to n less c raised to 1 by n minus 1. c raised to 1 by n equal to 1 plus dn
Therefore, c raised to 1 by n minus 1 എന്താവും? Right. Is equal to mod dn is equal to verum dn കാരണം dn is greater than or equal to 0. Now, what is dn? തൊട്ട് മുകളിലേക്ക് നോക്കൂ. This less than or equal to c minus 1 by n. So here c is greater than 1. So c minus 1 is a positive quantity and 1 by n goes to 0. Therefore, c raised to 1 by n goes to 1. That is limit c raised to 1 by n equal to 1. So very tricky problem. ഒന്നോ രണ്ടോ മൂന്നോ ആവർത്തി വീണ്ടും വീണ്ടും ചെയ്ത് നോക്കിയിട്ട് വീണ്ടും വീണ്ടും വായിച്ച് മനസ്സിലാക്കിയിട്ടേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ c equal to 1 എന്നുള്ള കേസ് c equal to greater than 1 എന്നുള്ള കേസ് ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്ത കേസ് പറഞ്ഞാല് c equal to c lies between case 3 c lies between 0 and 1 എന്നുള്ള കേസാണ്. c 0ക്കും 1നും ഇടയിലാണെങ്കിൽ നമ്മള് c raised to 1 by n-ഉം 0ക്കും 1നും ഇടയിലായിരിക്കും. നമുക്ക് ഒന്ന് ജസ്റ്റ് ഒരു നമ്പർ ചെക്ക് ചെയ്താറേ. യെസ്, c raised to 1 by n-ഉം 0ക്കും 1നും ഇടയിലാവുമ്പോ നമുക്ക് c raised to 1 by n can be written as 1 by 1 plus a. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്? നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്തത് നിങ്ങൾ ഓർക്കണില്ലേ? b lies between 0 and 1 ആയപ്പോ b നെ എങ്ങനെ എഴുതാം? 1 by 1 plus ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി എന്ന് എഴുതാം. അപ്പൊ ഇവിടെ 0ക്കും 1നും ഇടയിലെ നമ്പേഴ്സിനെ 1 by 1 plus a positive quantity എന്ന് എഴുതാം. Now here an greater than or equal to 0. an വേണ്ട, വേറെ നമുക്ക് n മുകളിൽ എടുത്താണോ hn എന്നുള്ള സീക്വൻസ്. hn greater than or equal to 0. Yes, greater than or equal to അല്ല, ശരിക്കും സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആവേണ്ടി വരും. കാരണം ഈക്വൽ ടു 0 ആകുമ്പോൾ 0 raised to 1 by n ഈക്വൽ ടു 1 ആവില്ല. 0 raised to 1 by n strictly less than 1. So c raised to 1 by n equal to 1 by 1 plus hn എന്ന് കിട്ടും. ഓക്കെ, ഈ സഫിക്സ് എന്നും മൾട്ടിപ്ലൈ എന്നും നിങ്ങൾ വേറെ കാണണം. ഇനി നമ്മൾ പവർ n ചെയ്യാൻ പോവാണ്. പവർ n ചെയ്യാകുമ്പോൾ nth പവർ എടുത്ത് എന്താവും? c equal to 1 by 1 plus hn whole power n. നമുക്കറിയാം 1 ബെർണോളിസ് ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യാം. 1 plus hn whole power n greater than or equal to 1 plus nhn. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ is less than or equal to 1 by 1 plus nhn. This is strictly less than 1 by n. ഈ 1 ഒഴിവാക്കുമ്പോ ഇത് വലുതാവും. ഇതിൽ നിന്ന് ഈ നേരത്തെ പോലെ hn കാണണം. എങ്ങനെ കാണും? ഇതിൽ നേരത്തെ പോലെ hn കാണണം. എന്താണ് hn കിട്ടുക? hn എന്ത് കിട്ടും? ഈ hn ഇങ്ങോട്ട് വരും, c അങ്ങോട്ട് വരും അല്ലേ? hn ലെസ് ദാൻ 1 by n c എന്ന് കിട്ടും. Now hn is strictly positive. So 0 less than hn less than 1 by nc എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ എത്തിയ ശേഷം നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് പോകും. നമുക്ക് വേണ്ടത് എന്താണ്? നേരത്തെ പോലെ എന്താണ് ഇവിടെ വേണ്ടത്? മോഡ് c raised to 1 by n minus 1 ആണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. മോഡ് c raised to 1 by n minus 1 ആണ്. അതിന് പകരം ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാല് this equal to 1 minus c raised to 1 by n. കാരണം എന്താണ്? c raised to 1 by n ആണോ 1 ആണോ വലുത്?
c raised to 1 by n less than 1 ആണ്. അപ്പോൾ c raised to 1 by n minus 1 എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആകുമ്പോൾ എങ്ങനെ ഇതിന്റെ മോഡുലസ് കാണാം? അതിന്റെ നെഗറ്റീവ് അല്ലെ? അപ്പോ ഇതിനെ പോസിറ്റീവ് ആക്കേണ്ടി വരും. പോസിറ്റീവ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പോ ചെറിയ ക്വാണ്ടിറ്റിന്ന് വലിയ ക്വാണ്ടിറ്റി അല്ലെ, സോറി, വലിയ ക്വാണ്ടിറ്റിന്ന് ചെറിയ ക്വാണ്ടിറ്റി ഓർക്കേണ്ടി വരും. Now what is c raised to 1 by n? c raised to 1 by n equal to 1 by 1 plus hn, right? This is equal to 1 minus 1 by 1 plus hn. Is that is equal to 1 plus hn minus 1 divided by 1 plus hn. That is hn by 1 plus. Right? Now, ഈ എച്ച് എൻ നോൺ നെഗറ്റീവ് നമുക്ക് ഡിനോമിനേറ്ററിന്റെ നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റി നമുക്ക് ഒഴിവാക്കാം. നമുക്ക് ഇവിടെ വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യണത്. ദിസ് ഈസ് ലെസ് ദാൻ എച്ച് എൻ. വൈ? ഡിനോമിനേറ്ററിന്റെ പോസിറ്റീവ് ക്വാണ്ടിറ്റി നമ്മൾ 1 ഒഴിവാക്കണ പോലെ ഇവിടെ എച്ച് എൻ ഒഴിവാക്കണം. Now, which is less than, തൊട്ട് മുകളിലേക്ക് നോക്കൂ ഇനി, which is less than 1 by mc. Therefore, mod c raised to 1 by n minus 1 less than, or ഇതൊക്കെ പാടെ കൂടി less than or equal to ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. less than or equal to ഒന്നായാൽ മതിയല്ലോ. 1 by c into 1 by n. Again 1 by c is positive and 1 by n goes to 0. Therefore, c raised to 1 by n has limit 1. So this problem is very important. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ചെയ്ത് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ലിമിറ്റ് n raised to 1 by n equal to 1. നമ്മൾ പറഞ്ഞ പോലെ തന്നെ n raised to 1 by n എന്ന് പറഞ്ഞ ടേം എങ്ങനെ വരിക? n raised to 1 by n എന്ന് പറഞ്ഞാല് മുകളിലെ പ്രോബ്ലം കംപ്ലീറ്റ് ആയി, കാരണം 3 കേസിലും പ്രൂവ് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ആൻസർ ലിമിറ്റ് c raised to 1 by n equal to 1 for c greater than 0. c greater than 0 ആയാലും എല്ലാ കേസിലും പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ സീക്വൻസ് n raised to 1 by n? 1 raised to 1 by 1, 2 raised to 1 by 2, 3 raised to 1 by 3, 4 raised to 1 by 4. Like 1 first root of 1, second root of 2, square root of 2, cube root of 3, fourth root of 4, etc. It's an increasing sequence, right? It's an increasing sequence, and n raised to 1 by n is greater than or equal to 1. So second term onwards, it is strictly greater than 1. n 1 കഴിഞ്ഞാല് ഈ ടേമുകൾ അവിടുന്ന് ഇത് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 1 ആണ്. നമ്മൾ ചെയ്യുക ഇത് നേരത്തെ പോലെ തന്നെ. We can write n raised to 1 by n equal to 1 plus kn, where kn is a positive quantity. This step is നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത അതേ ഐഡിയ തന്നെയാണ്. 1നേക്കാളും കൂടുതലാണെന്ന് പറഞ്ഞാല് 1 ആഡ് ചെയ്യുക, 1നേക്കാളും കുറവാണ് പറഞ്ഞാല് 1 ആഡ് ചെയ്തിട്ട് റെസിപ്രോക്കൽ എടുക്കുക. റൈറ്റ്, അതാണ് നമ്മളുടെ നോർമൽ ടെക്നിക്. ഇനി ഇതിന് നമ്മള് റേസ് ടു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പവറിലുള്ള n ഒഴിവാക്കുക. ടേക്ക് പവർ ഓഫ് n. എന്താണ് കിട്ടുക? n ഈക്വൽ ടു 1 പ്ലസ് kn ഹോൾ പവർ n. നമ്മളിവിടെ ബെർണോളിസ് ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യുന്നതിന് പകരം ഇതിന് ബൈനോമിയൽ എക്സ്പാൻഷൻ കൊടുക്കുക. ബൈനോമിയൽ എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയോ? ബൈനോമിയൽ എക്സ്പാൻഷൻ അറിയോ? 1 plus x whole raised to n equal to 1 plus nx plus n into n minus 1 by 2 x square plus n into n minus 1 into n minus 2 divided by 3 factorial x cube plus etc. Last term x raised to n.
is the binomial expansion. Using that binomial expansion, we expand 1 plus kn whole power n. So this equal to 1 plus n kn plus n into n minus 1 by 2 n square plus n into n minus 1 into n minus 2 into by 3 factorial kn cube plus etc. plus kn power n. This will be the binomial expansion. Now ഇതിലെ എല്ലാ ടേമുകളും പോസിറ്റീവ് ആണ്, റൈറ്റ്? നമ്മള് ഈ സീക്വൻസ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമുക്ക് വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. n ഗ്രേറ്റർ ദാൻ n ഈക്വൽ ടു ദിസ്, നമ്മൾക്ക് ഇതിൽ നിന്ന് നമ്മൾ ഈ ടേമും മാത്രം എടുക്കുക, ബാക്കിയുള്ള ടേമുകൾ മുഴുവൻ ഒഴിവാക്കുക. അപ്പൊ എന്താ കിട്ടുക? ഇപ്പൊ n ഗ്രേറ്റർ ദാൻ 1 പ്ലസ് n into n minus 1 by 2 kn സ്ക്വയർ എന്ന് കിട്ടി. ഇത് ഇനി ചെയ്യുന്നത് നോക്കട്ടോ. ഈ 1നെ ലെഫ്റ്റിലേക്ക് എടുക്കുക. അപ്പൊ എന്തായി? n minus 1 ഗ്രേറ്റർ ദാൻ n into n minus 1 by 2 kn സ്ക്വയർ. എന്നിട്ട് n minus 1 ക്യാൻസൽ അല്ലെ, ബാക്കിയുള്ള kn സ്ക്വയർ ലെസ് ദാൻ 2 by n കിട്ടിയോ? kn സ്ക്വയർ ലെസ് ദാൻ 2 by n. ഇവിടെ നമ്മൾ kn-ന്റെ റൂട്ട് എടുക്കുക. kn നോൺ നെഗറ്റീവ് ആണ്, രണ്ട് ഭാഗത്തും റൂട്ട് എടുത്താൽ മതി. എനിക്ക് തോന്നുന്നു ഞാൻ ശരിക്കും ഇങ്ങനെ ചെയ്യാറുണ്ട്. ടെക്സ്റ്റിലെ ചെയ്ത മെത്തേഡ് വേറെയാണ്. അപ്പൊ നമുക്കിവിടെ kn ഗ്രേറ്റർ ദാൻ 0, kn സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് രണ്ട് ഭാഗത്തും നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് റൂട്ട് എടുക്കാം. കാരണം a ലെസ് ദാൻ b ആണെങ്കിൽ റൂട്ട് a ലെസ് ദാൻ റൂട്ട് b ആണ്. അപ്പൊ kn ലെസ് ദാൻ റൂട്ട് 2 by n എന്ന് കിട്ടും. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ചെയ്യാം. പക്ഷെ ടെക്സ്റ്റിൽ കുറച്ചുകൂടി വളഞ്ഞ വഴിയിലാണ് ചെയ്തിട്ടുള്ളത്. കാരണം എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഓക്കെ, അവിടെ ചെയ്തിട്ടുള്ളതാണ് for epsilon greater than 0, epsilon square greater than 0 by Archimedean property. By Archimedean property 1 by epsilon square അല്ലെ, 1 by epsilon square അല്ലെങ്കിൽ 2 by epsilon square greater than 0. ക്ലിയർ ആണല്ലോ? അല്ല സോറി, 2 by epsilon square greater than 0 by Archimedean property there exists k belongs to n such that 2 by epsilon square less than k or 2 by k less than epsilon. Now for n greater than or equal to k, 2 by n less than or equal to 2 by k, 2 by k is less than epsilon. Now mode ഇവിടെ എന്ത് കിട്ടും? kn square for n greater than or equal to k, for n greater than or equal to k, kn square less than 2 by n, and 2 by n is less than 2 by k, less than or equal to 2 by k. 2 by k is strictly less than epsilon. This kn square less than epsilon എന്ന് കിട്ടി. Now നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എപ്സിലോൺ അല്ല, എപ്സിലോൺ സ്ക്വയർ എന്നാണ് കേട്ടോ അല്ലെ, എപ്സിലോൺ സ്ക്വയർ എന്നാണ് കേട്ടോ.
2 by k is less than epsilon square. Now നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? n raised to 1 by n അപ്പോ മോഡ് n raised to 1 by n minus 1 എന്താവും നോക്കുക. n raised to 1 by n എന്താണ്? 1 plus kn ആണ് അല്ലെ? 1 plus kn ആണ്. So n raised to 1 by n minus 1 is mod kn. Kn is positive, so this is equal to kn. Kn is less than epsilon, right? Therefore mod n raised to 1 by n minus 1 is less than epsilon for all n greater than or equal to k. Therefore sequence n raised to 1 by n converted to. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നിയ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ kn less than 2 by root n എന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ ആൻഡ് 1 by root n converges to 0 എന്നുള്ള ഐഡിയയിൽ നിന്ന് ഇവിടെ നിന്ന് തന്നെ നേരിട്ട് നമുക്ക് നേരത്തെ പ്രോബ്ലം പോലെ പോവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ അങ്ങനെ ഇങ്ങനെയോ ടെക്സ്റ്റിൽ കൊടുത്ത ഐഡിയ ഇതായതുകൊണ്ട് ഈ ഐഡിയ വെച്ചിട്ടോ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ ആൻസർ ചെയ്യാം. ഓക്കെ, ഇതോടെ ഈ സെക്ഷനിലെ സോൾവ്ഡ് പ്രോബ്ലംസ് തീർന്നു. ഇനി ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കുന്നത് നന്നാവും. ഒരു പ്രോബ്ലം നോക്കുക. ഷോ ദാറ്റ് limit of 2 raised to n by n factorial equal to 0. Hint: if n greater than or equal to 3, 0 less than or equal to 0 strictly less than 2 raised to n by n factorial less than or equal to 2 into 2 by 3 raised to n minus 2. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ഇത്ര മതി ഇന്ന്.